ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ചക്ക കൊണ്ടൊരു 4 മണി പലഹാരം കേട്ടോ. വൈകുന്നേര സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ചക്ക കൊണ്ടുള്ളൊരു പലഹാരമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ കണ്ടതിന് ശേഷം ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനെടുത്തിരിക്കുന്ന ഈ ചക്ക എന്ന് പറയുന്നത് അധികം പഴുക്കാത്ത കേട്ടോ, ചെറുതായിട്ടൊരു പുളിയൊക്കെ വരില്ലേ, ആ ഒരു പാകത്തിനുള്ളതാണ് ഈ ചക്ക എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ചക്ക എടുത്തിട്ട് ഇതുപോലെ 2 or 3 പീസുകളാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ മുഴുവനോടെ എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. കുരു ഒന്ന് കളഞ്ഞതിന് ശേഷം അതുപോലെ എടുത്താലും മതിയാവും. അപ്പോൾ ഞാനിത് 2 പീസൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഇതൊന്ന് മുക്കി പൊരിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കപ്പിന് ഒരു മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റവയ്ക്ക് പകരം അരിപ്പൊടി എടുത്താലും മതി. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി. ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത ചക്കപ്പഴമാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു പുളിയുള്ളൊരു മധുരം തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ കേട്ടോ, അപ്പക്കാരുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാനെന്താ ഈ സമയത്ത് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പക്കാരം ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ചൂടുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ച് കൊടുത്താലും മതിയാവും. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ വീട്ടിലുണ്ടാകുന്ന മഞ്ഞൾപ്പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. പഞ്ചസാരയും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും, മൈദയുടെ എല്ലാ ഭാഗത്തേക്കും എത്തണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിലേക്ക് നോർമൽ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടുതലായി പോകണ്ട, കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി എടുത്താൽ മതി. നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു പാകത്തിന് കേട്ടോ ഈ ഒരു ബാറ്ററി നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചക്കയുടെ ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ ബാറ്ററിലൊന്ന് നല്ല രീതിയിലൊന്ന് മുക്കിയെടുക്കുക. ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, അപ്പക്കാരം ഇട്ട് കൊടുത്തുകൊണ്ട് കേട്ടോ ഇതുപോലെ നല്ല രീതിയിലൊന്ന് പൊങ്ങി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അപ്പക്കാരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്നും പൊങ്ങി കിട്ടിക്കോളും. ഒരു 4 or 5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പൊങ്ങിക്കിട്ടുകയും ചെയ്തോളും. അപ്പോൾ ഇത് ഞാനിതൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ആവുന്ന സമയത്ത് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇട്ടതിന് ശേഷം തീയൊന്ന് കുറച്ച് വെക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല ഉറപ്പുള്ള ചക്ക എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കുഴഞ്ഞ് കട്ടിയില്ലാത്ത ചക്കയാകുമ്പോൾ കറക്റ്റായിട്ട് ടേസ്റ്റി ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇതുപോലെ കട്ടിയുള്ള ചക്കയൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് കുക്കായതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ചക്കയൊക്കെ ഉണ്ടാകുന്ന സീസണാണല്ലോ അപ്പോൾ ഇത്. അപ്പോൾ ചക്ക വെച്ചിട്ട് പല പല റെസിപ്പീസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചക്ക വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. പഴംപൊരിയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ എന്തായാലും കഴിക്കുകയും ചെയ്തോളും. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്